ഉൽപ്പത്തി പുസ്തകമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ ഭാഗം നമ്മൾ ഭൂമിയുടെ ഉൽപ്പത്തി, ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇംഗ്ലീഷിൽ ക്രിയേഷൻ എന്നും മേക്ക് എന്നും രണ്ട് വാക്കുകൾ. അതിൽ മേക്ക് എന്ന് പറഞ്ഞാൽ ഉള്ള വസ്തുക്കളെ മറ്റൊരു വിധത്തിലോ മറ്റൊരു രൂപത്തിലോ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതിനാണ് സ്വാഭാവികമായിട്ട് സാധാരണയായിട്ട് മേക്ക് എന്ന് പറയുന്നത്. മേക്ക് എന്ന് പറയുന്നത്. അപ്പോ അത് ഉണ്ടാക്കുക നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. നമ്മൾ ഇപ്പോൾ സഹോദരിമാര് രാവിലെ അല്ലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, അല്ലെ ചോറുണ്ടാക്കി, കറി ഉണ്ടാക്കി എന്ന് പറയുമ്പം അതിനുണ്ടാക്കിയെന്നാണ് പറയുന്നത്. മേക്ക് എന്ന ഉള്ള മീനിങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അതല്ല. ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ യാതൊരു വസ്തുക്കളും ഇല്ലാതിരിക്കുക, അഥവാ ശൂന്യമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നതിനെയാണ് ക്രിയേഷൻ എന്നുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അതല്ല ലോകപരമായ അറിവിൽ നിന്നൊക്കെ നമ്മൾ ഗ്രഹിക്കാൻ കഴിയുന്നു. നമ്മൾ ഇവിടെ ആദ്യമായി നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചത്, ആദ്യം ദൈവം ആകാശം ഭൂമിയും ക്രിയേറ്റ് ചെയ്തു എന്നുള്ള ഇംഗ്ലീഷ് ക്രിയേഷൻ. ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഈ ഭൂലോകത്തെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി. നമ്മൾ ഇബ്രാഹിം പഠിച്ചപ്പോൾ നമ്മൾ കാണുകയുണ്ടായി ദൈവം എങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന്. അത് ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഭൂമി അങ്ങനെ ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി സൃഷ്ടിക്കപ്പെട്ടു. ആകാശവും അങ്ങനെ തന്നെയാണ്. ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വർഗം അഥവാ ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗം എന്നുള്ളതിനെ അല്ല നാം ഉപേക്ഷിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിക്കുന്നുണ്ടായി. നേരെ മറിച്ച് മേഘമണ്ഡലം, ആകാശമണ്ഡലം, ഇങ്ങനെയുള്ള ഈ മേഘ ആകാശമണ്ഡലങ്ങളെയാണ് സ്വർഗം എന്ന് പറയുന്നത്. അതാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗം എന്ന് പറയുന്നത് അത് സൃഷ്ടിച്ചതല്ല, അത് ഉണ്ടായിരുന്നതാണ്. അതൊരു സൃഷ്ടിയിൽ ഉൾപ്പെട്ടതല്ല. കാരണം അത് ദൈവം ഉള്ളപ്പം തന്നെ, ദൈവം അനാദിയായ ശാശ്വതമായ ദൈവമായിരിക്കുന്നതുകൊണ്ട്, ദൈവത്തിനൊരു തുടക്കമില്ലാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിനും ഒരു തുടക്കമില്ല. അത് ദൈവം സൃഷ്ടിച്ചതല്ല, സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതാണ്. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇബ്രാഹിം പഠിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ പഠിച്ചത് ഈ ഇളക്കമുള്ളതിന് മാറ്റം വരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായി. അതായത് ഈ ആകാശത്തിനും ഭൂമിക്കും ദൈവം സൃഷ്ടിച്ച നമ്മൾ കാണുന്ന, നമുക്ക് നമ്മുടെ ദൃഷ്ടിക്ക് കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന ഈ ഭൂമിയും ഈ ആകാശത്തിനും ഒക്കെ മാറ്റം വരും. അത് ഇളക്കമില്ലാത്തത് സ്ഥാപിക്കേണ്ടതിന് വേണ്ടി ഇളക്കമുള്ളതിന് മാറ്റം വരുന്നു എന്നൊക്കെ നമ്മൾ ഇബ്രാഹിം പഠിക്കുന്നുണ്ടായി. അതുപോലെ ഈ ഭൂമിയുടെ ഉൽപ്പത്തിയെ കുറിച്ച്, സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഭൂമി 3 പ്രാവശ്യം ഭൂമിയുടെ വസിച്ചവരുടെ പാപം നിമിത്തം, ദൈവത്തിനോടുള്ള അനുസരണക്കേട് നിമിത്തം ഈ ഭൂമി 3 പ്രാവശ്യം ശിക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടായി. ഇനിയും ഈ അതേ വചനത്താൽ ഈ ഭൂമി 4ാമത് ശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അത് തീക്കാട്ട് സൂക്ഷിച്ചിരിക്കുന്നു, കാത്തിരിക്കുന്നു എന്നെല്ലാം നമ്മൾ പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ കൂടെ, എഴുത്തുകളിൽ കൂടെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയത് 1-ാം അധ്യായത്തിന്റെ 9ാമത്തെ വാക്യം ആയിരുന്നു. ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയത്, ദൈവം ഈ ഭൂമിയെ റിഫോം ചെയ്തും പരിഷ്കരിച്ച രീതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ഭൂമിയിലെ ഭൂമിയുടെ ഒരു ഭാഗം കരയും ഒരു ഭാഗം കടലുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനല്ല കാണുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ ദ്വീപുകൾ, ഇപ്പൊ ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ശ്രീലങ്ക. എന്നാൽ ഇന്ത്യ ആകട്ടെ ഒരു ഉപദ്വീപാണ്. 3 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ പല രാജ്യങ്ങളും ദ്വീപുകളും ഉപദ്വീപുകളും ദ്വീപുകളുമായിട്ടാണ് ഇപ്പം കാണുന്നത്. പക്ഷെ ഇപ്പം കര ഒരു ഭാഗത്തും കടൽ ഒരു ഭാഗത്തും അല്ല. കരയും കടലും അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ
ചിന്തിച്ചു നിർത്തിയ ഭാഗം. അത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രീലങ്കയിൽ സിംഹമുണ്ട്, ഇന്ത്യയിൽ സിംഹമുണ്ട്, ആഫ്രിക്കയിൽ സിംഹമുണ്ട്. ഈ സിംഹം ഇന്ത്യയിൽ നിന്ന് കടലിൽ കൂടെ നീന്തി ശ്രീലങ്കയിൽ എത്തി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സിലോണിലുള്ള ഏതെങ്കിലും ഒരു കുറെ ഏതെങ്കിലും മനുഷ്യർ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് അല്ലെ ആഫ്രിക്കയിൽ നിന്ന് വനങ്ങളിൽ നിന്ന് കുറെ സിംഹങ്ങളെ പിടിച്ചുകൊണ്ട് അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി അങ്ങനെയും നമ്മളെ ചിന്തിക്കാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ വിഷപ്പാമ്പുകൾ, ഘോര മൃഗങ്ങൾ, ഇതെല്ലാം എല്ലാ രാജ്യത്തും ഉണ്ട്. അപ്പൊ അത് പക്ഷെ കടലിൽ നീന്തി കിടന്ന അവിടെ എത്തിയതല്ല, ആരെങ്കിലും മനുഷ്യർ അവിടെ കൊണ്ടുപോയതുമല്ല. പിന്നെ എങ്ങനെ ഈ ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് കരയുമായിരുന്ന ഈ സ്ഥിതിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് എന്താണ് ബൈബിൾ തരുന്ന ഉത്തരം? ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം കാണുന്നുണ്ട്. പേലഗ് എന്ന് പറയുന്ന മനുഷ്യൻ, പേലഗ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പിരിച്ചിൽ എന്നാണ്. പിരിച്ചിൽ. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത്, അവിടെ മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പേലഗിന്റെ കാലത്ത് ഭൂവാസികൾ പിരിഞ്ഞു പോയി എന്നൊരു വാക്യം നമ്മൾ കാണുന്നത്, ഒരു ഭാഗം കാണുന്നുണ്ട്. പേലഗ് എന്ന് പറയുന്ന മനുഷ്യൻ, ഈ പേലഗ് എന്ന് പറയുന്ന മനുഷ്യന്റെ കാലത്ത് ഭൂവാസികൾ പിരിഞ്ഞു പോയി എന്നാണ് മലയാളം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ യഥാർത്ഥ തർജ്ജിമയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തപ്പെട്ടപ്പോൾ ഇംഗ്ലീഷിലെ യഥാർത്ഥമായ തർജ്ജിമ മലയാളത്തിൽ വന്നിരുന്നുവെങ്കിൽ ഭൂവാസികൾ പിരിഞ്ഞു പോയി എന്നല്ല അതിന്റെ അർത്ഥം വരേണ്ടിയിരുന്നത്, ഭൂമി പിളർന്നു പോയി എന്നായിരുന്നു. കാരണം ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദി എർത്ത് വാസ് ഡിവൈഡഡ് എന്നാണ്. പേലഗിന്റെ കാലത്ത് സംഭവിച്ചത് ദി എർത്ത് വാസ് ഡിവൈഡഡ്, ഭൂമി പിളർന്നു പോയി എന്നതാണ് അതിന്റെ മലയാളമായ പരിഭാഷ. യഥാർത്ഥത്തിൽ വരേണ്ടത് അങ്ങനെ ആയിരുന്നു. പേലഗിന്റെ കാലത്ത് ഭൂമി പിളർന്നു പോയി എന്നാണ് യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്നത്. എന്നാൽ മലയാളം ബൈബിളിൽ എഴുതിയിരിക്കും ഭൂവാസികൾ പിരിഞ്ഞു പോയി എന്നാണ്. അപ്പോൾ സംഭവിച്ച കാര്യം, ഒരു ഭാഗത്ത് കടലായിരുന്നു, ഒരു ഭാഗത്ത് കരയുമായിരുന്നു. ഈ പേലഗിന്റെ കാലത്ത് ഈ ഭൂമി വലിയ ഗർത്തങ്ങളായിട്ട് പിളർന്നു പോയി. നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മൾ കാണാറുണ്ട്, നമുക്കറിയാം, ഈ വയലിലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ ചെളിക്കണ്ടങ്ങള് ഈ വെയിൽ കൊണ്ടിങ്ങനെ പൊട്ടിക്കീറി പല പീസുകളായിട്ട് വരുന്ന നമുക്ക് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ പേലഗിന്റെ കാലത്ത് ഈ ഭൂമി ഇങ്ങനെ പിളർന്നു പോയി. ഈ പിളർപ്പുകളിൽ കൂടെ എല്ലാം ഒരു ഭാഗത്ത് വെള്ളമായിരുന്നു, സമുദ്രം ഇങ്ങനെ കയറി. അങ്ങനെ കയറിയത് കൊണ്ട് സംഭവിച്ച കാര്യം, പല രീതിയിലും രൂപത്തിലുള്ള രാജ്യങ്ങൾ രൂപപ്പെട്ടു. അപ്പം ഭൂമിയിലെ പരക്കെ ഉണ്ടായിരുന്ന മൃഗങ്ങളും ഇഴജാതികളും പക്ഷികളും ഓരോ ദൈവ സൃഷ്ടിപ്പിൽ പെട്ടിരുന്ന ഓരോ ജീവജന്തുക്കളും എല്ലാ സ്ഥലത്തും ആയിപ്പോയി. അതിന്റെ കാരണം ഇതാണ്, ഈ പേലഗിന്റെ കാലത്ത് ഭൂമി പിളർന്നു പോയി. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. പേലഗിന്റെ കാലത്ത് ഭൂമി ദി എർത്ത് വാസ് ഡിവൈഡഡ്, ഭൂമി പിളർന്നു പോയി. അപ്പോ ഈ ഭൂമി ഒരു ഭാഗത്ത് കരയും ഒരു ഭാഗത്ത് കടലുമായിട്ട് ആയിരുന്നു. എന്നാൽ പേലഗിന്റെ കാലത്ത് ഭൂമി പിളർന്നു പോയി. അങ്ങനെ ഈ ഓരോ രാജ്യങ്ങളുണ്ടായി, ഓരോ ദ്വീപുകളുണ്ടായി, ഒരു ഭാഗത്ത് കടലുണ്ടായി, ഒരു ഭാഗത്ത് കരയുണ്ടായി എന്നുള്ള രീതിയിൽ നിന്ന് ഇപ്പോഴത്തെ രീതിയിലേക്ക് മാറ്റപ്പെട്ടു. ഇനിയും അതിന്റെ അടുത്ത വാക്യം പറയുന്നത് 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഉണങ്ങി നിൽക്കുന്ന ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നല്ലത് എന്ന് ദൈവം കണ്ടു. ഇങ്ങനെ നല്ലതെന്ന് ദൈവം കണ്ടു. അടുത്ത എഴുതിയിരിക്കുന്നത്, ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി വൃക്ഷത്തുമായി 3-ാം ദിവസം. ഈ 3-ാമത്തെ ദിവസം ദൈവം സൃഷ്ടിച്ചത് ഈ വിത്തുള്ള സസ്യങ്ങള്, അതത് തരം പുല്ല്, അതുതരം റിപ്രൊഡക്ഷന് വേണ്ടി, പ്രത്യുൽപാദനത്തിന് വേണ്ടി അതാത് തരം വിത്തുകൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ, ഇതെല്ലാം ദൈവം ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു. ഈ ഭൂമിയിൽ നിന്ന് ഇതെല്ലാം മുളപ്പിച്ചതാണ്. എന്നാൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ വളരെ വിശേഷമായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കണം.
അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഈ തെങ്ങും മാവും പ്ലാവും അല്ലെങ്കിൽ ഓറഞ്ച് നാരം ഇങ്ങനെ എന്തെല്ലാം വൃക്ഷങ്ങൾ ഈ ഭൂമിയിലുണ്ടോ ആ വൃക്ഷങ്ങൾ മുഴുവനും ദൈവം ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചതാണ്. അത് മുളച്ച് വരട്ടെ ദൈവം കൽപ്പിച്ച മുളച്ച് വന്നതാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗാർഡനിങ്, ഒരു തോട്ടം ദൈവം ഉണ്ടാക്കുന്നത് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുന്ന നമ്മൾ പഠിക്കുന്നുണ്ട്. അത് മുളച്ച് വരട്ടെ എന്ന് കൽപ്പിച്ചിട്ട് മുളച്ചു വന്നല്ല. അത് ആ തോട്ടം ഏദൻ തോട്ടമാണ്. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പഠിക്കാനുണ്ട്. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ആക്കിയിരുന്ന തോട്ടത്തിന് ഏദൻ തോട്ടം എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഏദൻ തോട്ടത്തിലുള്ള വൃക്ഷങ്ങളൊന്നും ദൈവം മുളപ്പിച്ചതല്ല, നിലത്ത് നിന്ന് മുളച്ചു വന്നതുമല്ല. ആ ഭാഗം എന്താണ് നമുക്ക് ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഇത് എത്രമാത്രം നമ്മുടെ മനസ്സിൽ കരുതി വെക്കുക. ഏദൻ തോട്ടത്തിലുള്ള ഒരൊറ്റ വൃക്ഷം പോലും ഭൂമിയിൽ നിന്ന് ദൈവം രണ്ട് വൃക്ഷം ഒഴികെ ആകെ ഒരു വൃക്ഷം പോലും ഭൂമിയിൽ നിന്ന് ദൈവം മുളപ്പിച്ച് കൊണ്ടുവന്നതല്ല. അത് ഉണ്ടാകട്ടെ എന്ന് ഉണ്ടായതുമല്ല. അത് ദൈവത്തിന്റെ കൈകൾ കൊണ്ട് നട്ടുണ്ടാക്കിയതാണ് ആ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളും. രണ്ട് വൃക്ഷം ഒഴികെ ബാക്കി സകല വൃക്ഷങ്ങളും ദൈവം ഈ പ്ലാന്റഡ് ഗാർഡൻ എന്ന് അവിടെ എഴുതി ദൈവത്തിന്റെ കൈ കൊണ്ട് നട്ടുണ്ടാക്കിയതാണ് ആ വൃക്ഷങ്ങൾ. എന്നാൽ ഭൂമിയിലുള്ള എല്ലാ വൃക്ഷങ്ങളും അങ്ങനെ നട്ടുണ്ടാക്കിയതല്ല. അതേതരം വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ ദൈവം കൽപ്പിച്ചു. അങ്ങനെ മുളച്ചു വന്നു, പുല്ലുകൾ മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി വിശുദ്ധമായി 3-ാമത്തെ ദിവസം. ഇനി 4-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. പകലും രാവും തമ്മിൽ വേർതിരിക്കുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിപ്പോ 4-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു. ഈ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ദൈവം എന്ത് സൃഷ്ടിച്ചത്? ഈ ഭൂമിയെ പ്രകാശിപ്പിക്കാനുള്ള ഈ വലിയ വെളിച്ചങ്ങൾ. ആ ഭൂമിയെ പ്രകാശിപ്പിക്കുക മാത്രമല്ല അതിന്റെ ലക്ഷ്യം, ഈ സമയത്തെ അളക്കുന്നതിന് വേണ്ടിയുള്ള അളവുകോലുകളായിട്ടാണ് ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചത് എന്ന് നമ്മൾ തിരുവനന്തപുരം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് തന്നെ നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ കാര്യം കണ്ടു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച് വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തെ വേർതിരിച്ചു. അപ്പൊ ആ ഉണ്ടായ വെളിച്ചം ഈ സൂര്യന്റെ വെളിച്ചമല്ല, അത് മറ്റൊരു വെളിച്ചമാണ് എന്ന സത്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇപ്പോഴാണ് ദൈവം ഈ 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടു, ദൈവം ആഴത്തിന് മേലിൽ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആഴത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തെ വേർതിരിച്ചു. അപ്പൊ ആ വെളിച്ചം ഈ സൂര്യന്റെ വെളിച്ചം അല്ലായിരുന്നു എന്നുള്ള വസ്തുത, സത്യം നമുക്കറിയാം. എങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ ഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ നന്നായിരിക്കും, ഉത്തേജകമായിരിക്കും എന്ന് ഞാൻ ഓർപ്പിച്ചത് മാത്രം നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ധരിക്കുന്നു. അപ്പോ ഇങ്ങനെ ഈ വെളിച്ചങ്ങളെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇതെല്ലാം ദൈവം ആകാശവിധാനത്തിൽ സൃഷ്ടിച്ച് അവിടെ ആക്കി, ആകാശവിധാനത്തിലാക്കി. എന്നിട്ട് അത് ദൈവം ചെയ്ത കാര്യം, വലിയ വെളിച്ചം ദൈവം ഉണ്ടാക്കി, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പാനും പകല് രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി വിശ്വസുമായി 4-ാം ദിവസം. അപ്പം സന്ധ്യയായി വിശ്വസുമായി എന്ന് പറയുന്ന കാര്യം നമ്മൾ ഹൃദയത്തിൽ വ്യക്തമായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സന്ധ്യയും വിശ്വസും നമ്മൾ കാണുന്നില്ല. അത് എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഇവിടെ ഓരോ ദിവസവും സന്ധ്യ വിശ്വസുമായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് 6 ദിവസം അങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. സന്ധ്യ വിശ്വസുമായി 4-ാം ദിവസം. ഇനി 20-ാമത്തെ വാക്യത്തില് വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ
പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു. ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൽ പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യാദിവസമായി 5-ാം ദിവസം. അപ്പൊ ദൈവം ഈ ആകാശത്തിലെ പർവ്വജാതികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ഒക്കെ ദൈവം അതിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വർദ്ധിച്ച് പെരുകട്ടെ എന്ന് പറഞ്ഞ് ദൈവം അതിനെ അനുഗ്രഹിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മീൻ മാർക്കറ്റിന്റെ അടുത്തോട്ട് പോയപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്നൊരു ചിന്ത ഇങ്ങനെയാണ്. അതായത് ഓരോ ദിവസവും ഈ സമുദ്രത്തിൽ നിന്ന് മനുഷ്യൻ പിടിച്ചു കയറ്റുന്ന മത്സ്യത്തിന്റെ കണക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എത്രയോ 1000 കോടി കിലോ കണക്ക്, ടണ്ണ് കണക്ക് മത്സ്യത്തെ മനുഷ്യൻ ഈ സമുദ്രത്തിൽ നിന്ന് എല്ലാ ദിവസവും ഇങ്ങനെ കോരി എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അതിന് ഒരു കുറവും വരുന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇത് മാറിപ്പോകുന്നുണ്ട്, കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് മാറിപ്പോകുന്നുണ്ട് എന്നുള്ള സത്യമാണ്. എന്നാലും ഇതിന് കുറവൊന്നും വരുന്നില്ല. അതിന്റെ കാരണം അപ്പൊ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ വാക്യമാണ് എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഓടി വന്നത്. കാരണം ദൈവം അവയെ അനുഗ്രഹിച്ചു, നിങ്ങൾ വർദ്ധിച്ച് പെരുകട്ടെ എന്ന് പറഞ്ഞു. എത്ര മനുഷ്യൻ കോരിയാലും തീരാത്ത പോലെ, സമുദ്രത്തിലെ മത്സ്യങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ലാത്ത പോലെ, ഒരു എണ്ണവും ഒരു കണക്കും ഒരു തൂക്കവും ഇല്ലാത്ത പോലെ, ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ വാക്ക് പോലെ അത് വർദ്ധിച്ച് പെരുകി അസംഖ്യമായി, ആർക്കും എന്താ പറയുന്ന ഒരു തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര അതിഭീമമായി അത് വർദ്ധിച്ച് പെരുകാനിടയായി. അവിടെ 5-ാം ദിവസം. ഇനി അടുത്ത ദിവസത്തേക്ക് പോകുമ്പോൾ അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോ സമുദ്രത്തിലെ ദൈവത്തിന്റെ ഈ ജീവജന്തുക്കളെ, ജലജന്തുക്കളെ സൃഷ്ടിക്കുന്ന കാര്യം ആ ദിവസം തീർത്തിട്ട് അടുത്ത ദിവസം ദൈവം ഭൂമിയിലേക്ക് തിരിഞ്ഞാണ്. ഭൂമിയിലേക്ക് തിരിഞ്ഞിട്ട് ദൈവം ചെയ്ത കാര്യം, കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം. ഈ കന്നുകാലി എന്ന് പറയുന്ന മൃഗം തന്നെയാണ്. പക്ഷെ ഇവിടെ അത് ഇനം തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം. ഈ കന്നുകാലി എന്ന് പറയുന്നത് മൃഗം തന്നെയാണ്. ഇപ്പം പോത്തെന്ന് പറഞ്ഞ മൃഗം തന്നെയാണ്. പക്ഷെ ഇവിടെ അത് രണ്ടും ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം. ഇപ്പോ പശു മൃഗമാണ്, പക്ഷെ കാട്ടുമൃഗമല്ല. അപ്പോ ആട് മൃഗമാണ്, പക്ഷെ കാട്ടുമൃഗമല്ല. എന്നാൽ കാട്ടിലും അങ്ങനത്തെ മൃഗങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിനെ ഇനം തിരിച്ച് മനുഷ്യനുമായിട്ട് ഇണങ്ങുന്നത്, മനുഷ്യനെ ഇണക്കി മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതും അല്ലാത്തമായതിനെ വേറെ ഇനം തിരിച്ച് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഭൂമിയിൽ നിന്ന് ഉളവാകും. ഇത് ഭൂമിയിലെ പൊടിയിൽ നിന്ന് ഇതെല്ലാം ഉളവായി വന്നു, മൃഗങ്ങളെല്ലാം ഉളവായി വന്നു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം ഇപ്പൊ ഏകദേശം ഒരു ദൈവത്തിന്റെ ഹൃദയത്തിലെ താല്പര്യപ്രകാരമുള്ള ഈ ഭൂമിയെ റിഫോം ചെയ്ത് പരിഷ്കരിച്ച് ഏത് രൂപത്തിൽ ആക്കണം എന്നുള്ള രീതി ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ആ രീതിയിൽ ദൈവം ആക്കിയതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം കടക്കുന്നതായിട്ട് നമ്മൾ ഇവിടെ ദൈവത്തിന്റെ ഭയത്തിൽ കാണുന്നുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം ആദാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ആദാം ദൈവത്തിന്റെ ഉണ്മയായിരുന്നു. എന്നുവെച്ചാൽ ആദാം
ദൈവത്തിന്റെ മകൻ എന്നാണ് നമ്മൾ ദൈവജനം പഠിക്കുമ്പോൾ നാം കാണുന്നു. ആദാം ദൈവത്തിന്റെ മകൻ. ഒരു മകൻ എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു സൃഷ്ടി എന്നതിനേക്കാൾ ആ അപ്പന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മകൻ എന്ന് പറയുന്നത്. ഇപ്പോ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മോൻ എന്ന് പറയുന്നത് ഞാൻ മോനെ സൃഷ്ടിച്ചു എന്നല്ല. ദൈവത്തിന്റെ മകൻ നമ്മൾ കാണുന്ന ഓരോരുത്തരും ഇന്നാരെ ജനിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. സൃഷ്ടിച്ചു എന്നല്ല ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, ജനിപ്പിച്ചു. അപ്പോ ആദാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്, മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നുള്ള തർക്കമൊന്നുമില്ല. അപ്പൊ തന്നെ ആ ദൈവത്തിന്റെ ഒരു ഭാഗമാണ്, ദൈവത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ആദാം എന്ന് പറഞ്ഞത്. ആദാം എന്ന് പറഞ്ഞ ആദ്യ മനുഷ്യൻ. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ദൈവം എവിടെ നമ്മൾ കാണുന്നത് ആണും പെണ്ണുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച മനുഷ്യന് ദൈവം ആദാം എന്ന് പേരിട്ടു. ആദാം എന്ന് ദൈവം പേരിടുമ്പോൾ ആദാമിന് ഭാര്യ ആയിരിക്കുന്ന ഹവ്വായിക്ക് ഹവ്വ എന്ന് പേരിട്ടത് ദൈവമല്ല, ആദാമാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ആദാം മാത്രമേ ഉള്ളൂ. അപ്പോ തന്നെ ഈ ആദാമിൽ ദൈവം ഈ ഹവ്വായെയും സൃഷ്ടിച്ചിരുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് അങ്ങനെ, ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ, അവരെ സൃഷ്ടിച്ചിരുന്നു. ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു. അവനെ അല്ല, അവരെ എന്ന ബഹുവചനം ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നു അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ദൃഷ്ടിയിൽ ഈ ആദാമിന്റെ വാരിയലിൽ എടുത്ത് ഒരു സ്ത്രീയാക്കി ഹവ്വായെ രൂപപ്പെടുത്തുന്നതിന് മുൻപ് നമ്മൾ ആദാമിനെ നോക്കിയാൽ ആദാം എന്ന ഒരു പുരുഷ രൂപത്തെ മാത്രമാണ് നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ കണ്ണിൽ നമുക്ക് ഒരു പക്ഷേ കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഈ ആദാം എന്ന് പറയുന്ന ഒരു പുരുഷ രൂപം മാത്രമല്ല ഉള്ളത്. ഈ ആദാമിൽ ദൈവം ഹവ്വായെ കാണുന്നുണ്ട്. ഇത് ഒരു വലിയ ആത്മീയമായ ഒരു സത്യത്തെ, ഒരു മർമ്മത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ദൈവത്തിന്റെ മുൻപാകെ രണ്ട് മനുഷ്യർ മാത്രമേ ഉള്ളൂ. ആത്മീയമായി നാം ചിന്തിക്കുമ്പോൾ ദൈവം രണ്ട് മനുഷ്യരേ ഉള്ളൂ. അത് ഒന്നാമത്തെ മനുഷ്യൻ ഇപ്പൊ നമ്മൾ ഈ വായിച്ചു കേട്ട ആദാമാണ്. രണ്ടാമത്തെ മനുഷ്യൻ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദാമിന്റെ സാദൃശ്യവും സ്വരൂപവും വരാനുള്ള ക്രിസ്തുവിന്റെ സ്വരൂപവും സാദൃശ്യവും ആയിരുന്നു എന്ന് നമ്മൾ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ മുമ്പിൽ രണ്ട് വ്യക്തികളാണുള്ളത്. ഒന്ന് ആദാം, രണ്ടാമത് ക്രിസ്തു. അപ്പോ ബാക്കി ഞാനും നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും സ്ഥിതി ചെയ്യുന്നത്, ആയിരിക്കുന്നത്, ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഒന്നുകിൽ ഈ ആദാമിലാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലോ ആദാമിലോ അല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഇല്ല. നാം എല്ലാവരും, ഈ ഭൂമിയിലുള്ള സകല കോടാനുകോടി മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ 720 കോടി ജനങ്ങളുണ്ടെന്ന് പറയുന്നു. കൃത്യമായ കണക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കേട്ടുകളിൽ ഞാൻ പറഞ്ഞത്, എൻ്റെ അറിവ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ 120 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ ഈ 120 കോടി ജനങ്ങളും ഒന്നുകിൽ ക്രിസ്തുവിൽ അല്ലെങ്കിൽ ആദാമിൽ. അതിൽ കുറെ പേര് ക്രിസ്തുവിലും കുറെ പേര് ആദാമിലുമാണ്. ആദാമിലുള്ള കുറെ അധികം ആളുകൾ ഇന്ത്യയിൽ, ഈ രാജ്യത്തുണ്ട്. അപ്പൊ തന്നെ ക്രിസ്തുവിലുള്ള കുറെ കുറഞ്ഞ ആളുകൾ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പോ നമ്മളുടെ ഈ ആ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഗൗരവതരമായ ഒരു കാര്യമാണത്. ഒന്നുകിൽ നാം ക്രിസ്തുവിലാണ്, അല്ലെങ്കിൽ ആദാമിലാണ്. ആദാമിൽ ആണെങ്കിൽ ആദാമിൽ മരണം മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൽ മാത്രമേ ജീവനുള്ളൂ. അപ്പൊ ദൈവം നമ്മളെ എല്ലാവരെയും കാണുന്നത് ഒന്നുകിൽ ആദാമിലാണ്, അല്ല ക്രിസ്തുവിലാണ്. അത് എപ്രകാരം? അവരെ ദൈവം സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു വ്യക്തിയേ ഉള്ളൂ, ആദാം മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ
ഈ ആദാമിന്റെ ഒരു ഭാഗമായിരിക്കുന്ന, അല്ലെങ്കിൽ ആദാമിന്റെ ഭാര്യയായിരിക്കുന്ന ഹവ്വായും ഈ ആദാമിൽ തന്നെ ദൈവം കാണുന്നുണ്ട്. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ ദൈവം നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കുന്നു. സകല കാലത്തിന് മുൻപേ, ലോക സൃഷ്ടിക്ക് മുൻപേ, അല്ലെങ്കിൽ ഒന്നും ശൂന്യമായിരുന്ന ആ കാലത്ത് തന്നെ ദൈവം എന്നെയും നമ്മളെ ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൽ ദൈവം കണ്ടിരുന്നു. ആ ക്രിസ്തുവിൽ നിന്ന് ഒരു സമയത്ത് നമ്മൾ വേർപെട്ടു പോയി. നമ്മൾ ആ സത്യം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വേർപെട്ടു പോയതിനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അത് ഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ വേർപെട്ടു പോയ മനുഷ്യനെ പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുക എന്നുള്ള ഒരു വ്യവസ്ഥയാണ് കാലസമ്പൂർണതയിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ ആദാമിൽ നമ്മൾ കാണുന്നത്, ദൈവം ആദാമിനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ കാണുന്നത്, ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവനെ അല്ല അനുഗ്രഹിച്ചത്, ദൈവം അവരെ അനുഗ്രഹിച്ചു. നമ്മൾ കാണുമ്പോൾ ഒരു ആദാം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു വ്യക്തിയല്ല ഉള്ളത്. ഈ ആദാമിൽ ആരെല്ലാം ഉണ്ടോ അവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ക്രിസ്തുവിൽ ആരെല്ലാം ഉണ്ടോ ക്രിസ്തുവിന്റെ സകല അനുഗ്രഹങ്ങളും, ക്രിസ്തുവിന് എന്തൊക്കെ അനുഗ്രഹം ദൈവരാജ്യത്തിൽ പിതാവിന്റെ സന്നിധിയിലുണ്ടോ, എന്തൊക്കെ അവകാശങ്ങൾ യേശു ക്രിസ്തുവിന് പിതാവിന്റെ രാജ്യത്തിലുണ്ടോ, അവകാശം എന്തെല്ലാം ഉണ്ടോ, അതിന്റെ മുഴുവനും പങ്കാളികളായി, കൂട്ടവകാശികളായിട്ടാണ് ദൈവം നമ്മളെയും കാണുന്നത്. നമ്മളെ കാണുന്നത് ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടല്ല. ഹവ്വായെ ദൈവം കാണുന്നത് ആദാമിൽ നിന്ന് വേർപെട്ട ഒരു സ്ത്രീയായിട്ടല്ല. അങ്ങനെ കണ്ടാൽ ഈ ഹവ്വായിക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയത്തില്ല. ഈ ആദാമിൽ ദൈവം ഈ ഹവ്വായെ കാണുന്നത് കൊണ്ടാണ്, സൃഷ്ടിച്ചത് കൊണ്ടാണ് ദൈവം ഈ ഹവ്വായെ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ദൈവത്തിന് പരിഗണിക്കാൻ കഴിയുന്നത്. കാരണം ഈ ആദാമിന്റെ പാർട്ടാണ്, ഒരു ഭാഗമാണ് ഈ ഹവ്വാ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ട കാര്യം, ദൈവം അവരെ അനുഗ്രഹിച്ചു. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ദൈവം പിന്നീട് മനുഷ്യൻ പാപം ചെയ്തു, മനുഷ്യനെ ശപിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ദൈവം ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും അല്ല. ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്നുമാണ് ദൈവം. ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോ ഒരിക്കൽ ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിച്ച ഈ ആദാമിനെ അവരെ പിന്നീട് പാപം ചെയ്തുകൊണ്ട് ദൈവം അവരെ ശപിച്ചു എന്ന് ബൈബിൾ ഒരു സ്ഥലത്തും കാണുന്നില്ല. ആ ശാപം അല്ല യേശു ക്രിസ്തു വഹിച്ച ശാപം. അങ്ങനത്തെ ശാപം ഇല്ലതാണ്. എന്നാൽ പാപത്തിന് അനന്തരഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ, അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയാതെ പോയത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെയാണ് ശാപം എന്നുള്ളത് കൊണ്ട് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലത്ത് മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മൾ വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഈ പാപം ചെയ്തതിന്റെ, ഈ ആദാം ലംഘനം ചെയ്തത് കൊണ്ട് സംഭവിച്ച കാര്യത്തെക്കുറിച്ചല്ല. നേരെ മറിച്ച് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി, അതിനുവേണ്ടി യേശു ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങി. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ദൈവം മനുഷ്യനെ ശപിച്ചിട്ടില്ല. ദൈവം ശപിച്ചത്, ദൈവം പാമ്പിനെ ശപിച്ചു, ഭൂമിയെ ശപിച്ചു. മനുഷ്യനെ ദൈവം ശപിച്ചിട്ടില്ല. മനുഷ്യനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം ദൈവം ഒരിക്കലും പിൻവലിച്ചിട്ടില്ല. ആ അനുഗ്രഹം ഇന്നും ഈ ആദാമിൽ ആ അനുഗ്രഹമുണ്ട്. അഥവാ ആദാമിന്റെ പകരക്കാരനായ സ്വർഗത്തിൽ നിന്ന രണ്ടാം ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിൽ ഉള്ള അനുഗ്രഹം ദൈവം ഒരിക്കലും പിൻവലിക്കത്തില്ല. ഈ ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവനാണെന്നും, രണ്ടാമത്തെ ആദാം അഥവാ ഒടുക്കത്തെ ആദാം എന്ന് പറയുന്ന ക്രിസ്തു സ്വർഗത്തിൽ നിന്നുള്ളവനും ആണ് ദൈവത്തിന് നാം പഠിക്കുന്നത്. അപ്പൊ ഇവരെ ദൈവം അനുഗ്രഹിച്ചിട്ട് എന്താ അവരോട് പറഞ്ഞത്? നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും
സകല ഭൂചര ജന്തുക്കളുമേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഇത് ഒരു കൽപ്പനയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നല്ലതായിരുന്നു എന്നുള്ള സജഷൻ അല്ല, ഒരു നിർദ്ദേശമല്ല, നേരെ മറിച്ചൊരു കൽപ്പനയാണ്. നിങ്ങൾ വാഴണം, യു മസ്റ്റ്, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയാവും. കൽപ്പന എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ട് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല കൽപ്പന. ഇപ്പൊ നമ്മുടെ കേരള സർക്കാരിന്റെ ആണെങ്കിലും ഇന്ത്യ സർക്കാരിന്റെ ആണെങ്കിലും കൽപ്പന എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി എന്നുള്ളതല്ല. നമുക്ക് നിങ്ങൾ ചെയ്താൽ നല്ലതായിരുന്നു എന്നുമല്ല. ഈ കൽപ്പന ലംഘിച്ചാൽ അതിന്റെ കൃത്യമായ പണിഷ്മെന്റ് അതിന്റെ അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം. സന്താനപുഷ്ടിയുള്ളവരായി ഈ സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഇവരെ ദൈവം അനുഗ്രഹിച്ച് ഇവരോട് ഈ കൽപ്പന പുറപ്പെടുപ്പിക്കുന്ന സമയത്ത് ഇവരുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിലുള്ള സന്താനങ്ങളെ കൊണ്ട് ഇവര് ഈ ഭൂമിയെ നിറയ്ക്കണം എന്നുള്ളതാണ് ദൈവം ഇവരോട് കൽപ്പിക്കുന്നത്. ആ നിറയ്ക്കലിൽ, ആ സന്താന പുഷ്ടിയിൽ വരുന്ന കാര്യം, ഇവര് ആകാശത്തിലെ പർവ്വജാതിമേലും ഭൂമിയിൽ എഴയുന്ന സകല ഭൂചര ജന്തുക്കളിന്മേലും കാട്ടിലെ സകല മൃഗങ്ങളിന്മേലും അവർക്കൊരു വാഴ്ച ഉണ്ടായിരിക്കും. ഒരു വാഴ്ച ഉണ്ടായിരിക്കണം. ഇതിന്റെ എല്ലാം മുകളിലായിരിക്കണം ഈ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവം അനുഗ്രഹിച്ചാൽ ഈ ആദാം വാഴേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, അവർ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. ഈ ദൈവം സൃഷ്ടിച്ച കാട്ടിലെ മൃഗങ്ങളെയും പർവ്വജാതികളെയും നിലത്തെ ഇഴജാതികളെയും എല്ലാം ആരാധിക്കുന്നതിനായി മനുഷ്യൻ തരം താണുപോയി. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു എന്ന് നമ്മൾ റോമാലേഖനത്തിൽ പഠിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അക്ഷയനായ ദൈവത്തെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി, പക്ഷി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അപ്പോ ഏതിനെ വാഴണം എന്ന് ദൈവം അവരോട് കൽപ്പിച്ചിരുന്നോ ആ സൃഷ്ടിയെ വാഴാതെ അതിനെ വണങ്ങുന്നവരായി, അതിനെ ആരാധിക്കുന്നവരായി, അതിനെ നമസ്കരിക്കുന്നവരായി മനുഷ്യൻ അത്രത്തോളം അധപ്പതിച്ചു പോയി. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.